ആ ഇമ്പാക്റ്റിൽ വിമാനത്തിന്റെ ഇടതുവശത്തെ എഞ്ചിൻ ഡിറ്റാച്ച് ആക്കുകയും പെട്ടെന്ന് തന്നെ ആ വശത്തേക്ക് തീ പടരുകയുമായിരുന്നു. പൈലറ്റിന് കമാൻഡ് ഉൾപ്പെടെ 5 ധീര ജവാന്മാരെ ഈ അപകടത്തിൽ നമ്മുടെ രാജ്യത്തിന് നഷ്ടമായി. വിമാനത്തിന്റെ കോപൈലറ്റ് പരിക്കുകളോടെ രക്ഷപ്പെട്ടു എന്നത് മാത്രമാണ് കുറച്ചെങ്കിലും ആശ്വാസകരമായ കാര്യം. അദ്ദേഹത്തിന്റെ പരിക്കുകൾ എത്രയും വേഗം ഭേദമായി സാധാരണ ജീവിതത്തിലേക്ക് തിരികെ വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപകടശേഷം പുറത്തുവന്ന വീഡിയോയിൽ നിന്നും മനസ്സിലാക്കിയ പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ, പെട്ടെന്നുണ്ടായ തീപിടുത്തമായിരുന്നു സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കിയത്. ആ വീഡിയോയിൽ നിന്നും മനസ്സിലാക്കിയ കാര്യങ്ങൾ ടെക്നിക്കലി വിശദമാക്കാം. വിമാനം റൺവേയിൽ ലാൻഡ് ചെയ്ത ശേഷം ഇടതുവശത്തേക്ക് തിരിയുന്നതായി കാണാം. പിന്നീട് അങ്ങോട്ട് പുല്ലുകൾ വളർന്നു നിൽക്കുന്ന ഭാഗത്തുകൂടെ വേഗത്തിൽ മുന്നോട്ടു പോകുന്നു. ഇടയ്ക്ക് പല ചെറിയ ഒബ്ജക്റ്റുകളിലും വിമാനം തട്ടുന്നുണ്ട്. റൺവേയുടെ വശത്തുള്ള ടാക്സിവേയിൽ പ്രവേശിച്ച ഉടൻ റബ്ബറൈസ്ഡ് സർഫസുമായി വിമാനത്തിന്റെ ടയറുകൾ കുറച്ച് സമയത്തേക്ക് കോണ്ടാക്റ്റിൽ വരുന്നുണ്ട്. മാക്സിമം ബ്രേക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യപ്പെട്ട അവസ്ഥയിൽ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ മെയിൻ വീൽസ് ബേസ്റ്റ് ആകുന്നതും കാണാൻ കഴിയും. വീണ്ടും മുന്നോട്ട് നീങ്ങുന്ന വിമാനം അവിടെയുള്ള താഴ്ചയിലേക്ക് പതിക്കുന്നു. വളരെയധികം ഷാഫ്റ്റ് ഹോഴ്സ് പവർ ജനറേറ്റ് ചെയ്യുന്ന ഈ വിമാനങ്ങളുടെ എഞ്ചിൻ താരതമ്യേന നല്ല വലിപ്പവും ഭാരവും ഉള്ളവയാണ്. ഇവയുടെ ലാൻഡിംഗ് ഗിയർ അറ്റാച്ച് ചെയ്തിരിക്കുന്നതും എഞ്ചിൻ ബേയിലേക്കാണ്. വീഴ്ചയുടെ ആഘാതം നല്ല വേഗത്തിൽ കറങ്ങുന്ന പ്രൊപ്പല്ലറിലേക്കും ലാൻഡിംഗ് ഗിയറിലേക്കും കൂടെ എത്തിയപ്പോൾ അത് ഇടതുവശത്തെ എഞ്ചിനെ ചിറകിൽ നിന്നും അടർത്തി മാറ്റി. അതോടെ ഫ്യൂവൽ ലൈൻസ് റപ്ചറായി ഇന്ധനം വലിയ അളവിൽ പുറത്തേക്ക് തെറിക്കുകയും എഞ്ചിൻ എക്സോസ്റ്റ് ഭാഗത്തു നിന്നും അതിലേക്ക് തീ പടർന്നു പിടിക്കുകയുമായിരുന്നു. 2026 ജൂൺ 13 അസമിലെ ജോർഹാട്ട് എയർഫോഴ്സ് സ്റ്റേഷനിൽ വെച്ച് AN-32 വിമാനത്തിന് സംഭവിച്ച ഈ അപകടത്തെക്കുറിച്ച് ഇന്ത്യൻ വ്യോമസേന വിശദമായ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട് വിമാനം റൺവേയിൽ നിന്നും പെട്ടെന്ന് ഒരു വശത്തേക്ക് തിരിഞ്ഞു എന്നതിന് ഇപ്പോഴും വ്യക്തതയില്ല. കാലാവസ്ഥയോ ടെക്നിക്കൽ ഇഷ്യൂവോ അതോ ഇനി പൈലറ്റിന്റെ ഭാഗത്തു നിന്നുണ്ടായ പിഴവോ എന്നത് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ അറിയുവാൻ കഴിയൂ. അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. കൂടുതൽ അപ്ഡേറ്റുകൾ ലഭിക്കുന്നതനുസരിച്ച് നിങ്ങളുമായി ഷെയർ ചെയ്യാം.